അങ്ങനെ ചലഞ്ചിങ് ടാസ്ക് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. പവർ റൂമിലേക്ക് കയറിയിരിക്കുകയാണ് ജിൻഡോ, അർജുൻ, ശ്രീതു. അതെ, ഡെൻ ടീം വിജയിച്ചിരിക്കുകയാണ്. തോറ്റുപോയി ബുള്ളി ഗ്യാങ്. അതിൻ്റെ കലിപ്പുണ്ട് നോറയ്ക്ക്. അൻസിബ പറയുന്നുണ്ട് നമ്മൾ ഇപ്രാവശ്യം കൂടെ കയറിയാൽ അവർ നമ്മളെ പ്രാവും. ബുള്ളി ഗ്യാങ് പെട്ടുപോയി. അടുത്ത ആഴ്ച ഇവർ കാണിച്ചു കൂട്ടിയ വേലത്തരത്തിന് ഇവർ 4 പേരും പ്ലസ് ക്യാപ്റ്റനും കൂടി നോമിനേഷനിൽ വരും. നോമിനേഷനിൽ വീട്ടുകാർ പെടുത്തും. നോറയും അൻസിബയും റസ്മിൻ്റെയൊക്കെ കാര്യത്തിൽ തീരുമാനമായി. റസ്മിൻ ഇന്നലെ കാണിച്ച ആക്ടിനൊക്കെ ഉള്ളത് ഇപ്പം ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തില്ല എങ്കിൽ കൂടി ഈ കൊടുത്ത ആക്ടിനുള്ളത് എന്തായാലും അടുത്ത ആഴ്ച റസ്മിൻ എവിക്ഷനിൽ വരും. അപ്പം തന്നെ അറിയാൻ പറ്റും. എന്തായാലും ഈ ആഴ്ചക്കാർ സേഫായിരുന്നു. ഒന്ന് കാണേണ്ട സംഭവം തന്നെയായിരുന്നു. ഇങ്ങനെ ലൈവ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആര് ജയിക്കും ആര് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ബുള്ളി ഗ്യാങ് തോറ്റു. നമ്മുടെ ഡെൻ ടീം ജിൻഡോയും അതോടൊപ്പം അർജുൻ, ശ്രീധുവർ ജയിച്ചു. അത് കാണുമായിരുന്നു ആ ലൈവിൻ്റെ സമയത്ത്. ഈ ബുള്ളി ഗ്യാങ് മാത്രം ഒറ്റയ്ക്ക്, ബുള്ളി ഗ്യാങ് മാത്രം ഒരു വശത്ത്. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഈച്ച കുഞ്ഞുമില്ല. ബാക്കി വീട്ടിലുള്ള മൊത്തം 15 പേരുള്ളതിൽ ഇവർ 4 പേരും, ബുള്ളി ഗ്യാങ്ങിൽ 4 പേരും ഋഷിയും കൂടെ 5 പേരും ഒരറ്റത്ത്, 10 പേരും മറ്ററ്റത്ത്. ആരെ? ജിൻഡോയും ശ്രീധുവിനെയും അതോടൊപ്പം നമ്മുടെ അർജുനും ജയിച്ച് കാണാൻ വേണ്ടി ബാക്കി 7 പേരും അപ്പുറത്തെ വശത്ത്. ഇവരുടെ കൂട്ടത്തിൽ ഒരു പൂച്ച കുഞ്ഞു പോലും ഇല്ല, ഗസ്റ്റ് പോലും ഇല്ല, ആരുമില്ല. ഇവർ കാണിച്ചു കൂട്ടിയ വേലത്തരം. കാരണം കണ്ടന്റ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് ഒത്തിരി കടന്നുപോയി, അതിര് കടന്നുപോയി. അൻസിബ നോറയും കൂടെ ഉള്ള വിഷം കുത്തിവെപ്പുകൾ, കള്ളത്തരങ്ങൾ, പിന്നെ ഈ പറയുമ്പോൾ അൻസിബ ഇളക്കി വിട്ടിട്ടുള്ള മന്ത്രങ്ങൾ, അത് അൻസിബയുടെ നോറയുടെ തെറ്റുകൾ. പിന്നെ റസ്മിൻ ഇന്നലെ കാണിച്ചിട്ടുള്ള ആക്ട്, അതുവരെ റസ്മിൻ പെർഫെക്റ്റ് ആയിരുന്നു. ആക്ട് റസ്മിൻ എല്ലാം കൊണ്ട് തൊലച്ചു. ഇല്ലെങ്കിൽ റസ്മിൻ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലുമൊക്കെ സേവ് ആയി പോയേനെ. റസ്മിനും കൊണ്ട് അതങ്ങ് തൊലച്ചു. പിന്നെ പറയാനായിട്ടുള്ളത് അഭിഷേകാണ്. അഭിഷേകിന് എനിക്ക് നെഗറ്റീവ് പറയാനില്ല. കാരണം ആ പയ്യൻ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഇതിൽ. ആ പയ്യൻ ഗുണോ ദോഷത്തിനോ ഒന്നിനും പോയിട്ടില്ല. അവിടെ പവർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭരിച്ചോ ഇല്ലേ അതൊന്നുമല്ല, ഒരു ഇതുമില്ലായിരുന്നു. അഭിഷേക് ഈ പറഞ്ഞാൽ അതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റേ ഇല്ലായിരുന്നു. പിന്നെ പറയാനുള്ളത് ഋഷി. നല്ല മാതിരി ടാസ്കിലൂടെ നെഗറ്റിവിറ്റി വാരി കൂട്ടിയിരിക്കുന്ന ഋഷിയാണ്. ഋഷി ഇത്രയും നാൾ വാ തുറന്നില്ലേ എന്നായിരുന്നു. അവസാനം വാ തുറന്നു. അപ്പോൾ ഉണ്ട് ഏറ്റവും നെഗറ്റീവുമായി എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അങ്ങനെ ചലഞ്ചിങ് ടാസ്ക് 2 അവസാനിച്ചല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ഡെന്നിനാണ്. അപ്പോൾ ഡെന്നും പവർ റൂമും കൂടെയാണ് ഇനി മത്സരം. ഇവർ തമ്മിൽ 3 മത്സരങ്ങളാണ്. ഈ 3 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയിക്കുന്ന ആരാണോ അവരാണ് വിന്നർ. ഓക്കെ. അപ്പം അതിനകത്ത് ആദ്യത്തെ മത്സരം ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ്. ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാർ ഇതേ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഷോർട്സിൽ കാണുന്ന ടാസ്കുകളാണ് ഇന്ന് അവർക്ക് കൊടുത്തത്. സെയിം നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഷോർട്സിലൊക്കെ കൊടുക്കുന്ന സെയിം ടാസ്ക് ആണ്. അതിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചലഞ്ച്, ഈ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ചലഞ്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തത്. ഇന്നത്തെ 3 ടാസ്കും കണ്ടവർക്കറിയാം. കോൺസെൻട്രേഷൻ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫ് ദ 3 ഓഫ് ദ ടാസ്ക്. 3 ടാസ്കിൻ്റെയും ഇമ്പോർട്ടൻറ്റ് സാധനം കോൺസെൻട്രേഷൻ ആണ്. അതില്ലെങ്കിൽ ജയിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ ടാസ്ക് ഒരു ടേബിളുണ്ട്, അതിനകത്ത് കുറേ ഓട്ടകളുണ്ട്. ആ ഓട്ടകളിൽ നമ്മൾ ബോൾ ഉരുട്ടണം. ബോൾ ഉരുട്ടുമ്പോഴത്തേക്കും ആ ഓട്ടയിൽ പോയി വീഴണം. കറക്റ്റ് ആ ഓട്ടയിൽ പോയി കുരുങ്ങി ഇരിക്കണം. നമ്മളെ യൂട്യൂബിലൊക്കെ കാണുന്ന ഷോട്ടാണ്. അപ്പോൾ റസ്മിനും അർജുനുമാണ് മത്സരിക്കാൻ പോയത്. റസ്മിൻ ജയിക്കും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. പക്ഷേ അവസാന നിമിഷം അർജുൻ ജയിച്ചു. അങ്ങനെ ടാസ്ക് 1 ഡെന്ന് ജയിച്ചു. അടുത്ത ടാസ്ക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയും അഭിഷേകും കൂടെയാണ് മത്സരിക്കാൻ പോയത്. നല്ലപോലെ കോൺസെൻട്രേഷൻ വേണ്ട സാധനമായിരുന്നു അത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളത്തിനകത്ത് ഇങ്ങനെ ബോട്ടിൽസ് ഇങ്ങനെ അടുക്കി വരിവരിയാ നിർത്തിയിരിക്കും ഒരേ സമയം. നമ്മൾ ഫുട്ബോൾ കൊണ്ട് ദൂരെ നിന്ന് ഇതിനെ എറിഞ്ഞല്ല ഉരുട്ടി ആ ബോൾ കറക്റ്റ് ആ 10-15 ഇതുണ്ട്, കുപ്പിയുണ്ട്, ആ കുപ്പി വീഴ്ത്തിക്കണം. എൻ്റെ പൊന്നെ, അതൊരു മെനകെട്ട ഒരു ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു അത്. കാരണം ആദ്യമൊക്കെ ആണെങ്കിൽ ചട്ടപ്പട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വീഴും. അവസാനം 1-2 വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടും. അഭിഷേകും സൂപ്പറായിട്ട് കളിച്ചു, ജിൻഡോയും സൂപ്പറായിട്ട് കളിച്ചു. അവസാനം ജിൻഡോയ്ക്ക് 2 എണ്ണം വീഴ്ത്താൻ ബാക്കിയുണ്ടായിരുന്നു, അഭിഷേകിന് 1 എണ്ണം വീഴ്ത്താൻ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അഭിഷേക് അതിനകത്ത് വിന്നറായി. അപ്പോൾ ഫസ്റ്റ് ടാസ്കിൽ ഡെന്നി ജയിച്ചു, സെക്കൻഡ് ടാസ്കിൽ പവർ ജയിച്ചു. അപ്പോൾ 3ാമത്തെ ടാസ്കിൽ ആരാണോ ജയിക്കുന്നത് അവർ 2 ടാസ്കിൽ ജയിച്ചു. അപ്പോൾ അവർ വിന്നറാവും. അങ്ങനെ 3ാമത്തെ ടാസ്ക് വരണം. അതും നമ്മൾ യൂട്യൂബിൽ കാണുന്ന ടാസ്ക്കാണ്. ഒരു ടേബിളുണ്ട്, ആ ടേബിളിൻ്റെ അങ്ങേയറ്റത്തൊരു ബാസ്ക്കറ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ബോൾ ഉരുട്ടി വിട്ടു കൊടുക്കണം, ആ ബാസ്ക്കറ്റിൽ വീഴണം. പക്ഷേ ഇത് 2 ടീമും 2 സമയമാണ് മത്സരിക്കാനുള്ള. 3 മിനിറ്റാണ് ഈച്ച് ടൈമും. ഒരു റോബോട്ടിക്
ബാറ്റ്മാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ബാറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ബോൾ ഇങ്ങനെ നമ്മൾ ഉരുട്ടി വിടുമ്പോഴത്തേക്കും ഈ ബാറ്റ് തട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കണക്കാക്കത്തില്ല. ഈ ബോളിങ് ഇതിങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ബാറ്റ്മാൻ ഇങ്ങനെ ബാറ്റ് വെച്ച് ഇങ്ങനെ അടിച്ചപ്പോൾ ഈ ബോൾ ഇടുന്നത് ഇതിൽ കൊള്ളാതെ, ബോൾ ഇങ്ങനെ എറിയുന്നത് ഇതിൽ കൊള്ളാതെ ഇങ്ങനെ അങ്ങ് അതിനകത്ത് വീഴണം. അങ്ങനെ അത് സത്യം പറഞ്ഞാൽ ഉറ്റു നോക്കിയിരുന്ന ടാസ്ക് ആയിരുന്നു. അപ്പം അതിനകത്ത് നോറയും ശ്രീതുമാണ് മത്സരിക്കാൻ വരുന്നത്. സൂപ്പറായിട്ട് രണ്ടുപേരും കളിക്കുന്നു, സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്നു. ഇതിനകത്ത് ഗെയിം കളിക്കാതെ വരുന്നത് പവർ റൂമിലുള്ള അൻസിബയ്ക്ക് മാത്രമാണ് ചാൻസ് കിട്ടാത്തത്. ബാക്കി എല്ലാവരും സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. എനിവേ അങ്ങനെ 3 ടാസ്കുകളിൽ 2 ടാസ്കിൽ ജയിച്ചുകൊണ്ട് പുതിയ പവർ ടീമായി മാറിയിരിക്കുകയാണ് ജിൻഡോ, ശ്രീതു, അർജുൻ. വീട്ടുകാർ എൻ്റെ പൊന്നെ ഭയങ്കര ഹാപ്പി. അവർ ചിയർ ഡാൻസ് കളിക്കുന്നു, പൊട്ടി വിളിക്കുന്നു. ഇവർ ജയിച്ചെന്നറിഞ്ഞ ഒരു നിമിഷം. നോറ മൊത്തം 4 ബോളാണ് ഇട്ടത്. 5 ബോൾ ഇവരിട്ട സമയത്ത് എൻ്റെ പൊന്നെ അതൊന്ന് കാണണമായിരുന്നു. നോറ ഒരുമാതിരി മിഴുങ്ങസ്യ എന്ന് പറഞ്ഞിടക്ക് നോറ കഴിഞ്ഞ ആഴ്ച ഋഷിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഋഷി ക്യാപ്റ്റനായി മാറിയപ്പോഴത്തേക്ക് നോറ ഒരുമാതിരി മിഴുങ്ങസ്യ ഇതിൽ നിന്നത് അതേ അവസ്ഥ തീർന്ന് ആ ഒരു അവസ്ഥയിൽ നോറ. അൻസിബ ചിരിച്ചു, അൻസിബ ചിരി. അഭിഷേക് നോ എക്സ്പ്രഷൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. റസ്മിൻ ഇതായിരുന്നു അവിടെ എക്സ്പ്രഷൻ. ഋഷിയെ ഞാൻ കണ്ടില്ല. എൻ്റെ മുന്നേ സൂപ്പർ ആയിരുന്നു. 3 ടാസ്കും സൂപ്പർ ആയിരുന്നു. കോൺസെൻട്രേഷൻ ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അതായിരുന്നു ഈ 3 ടാസ്കിലുള്ളത്. കോൺസെൻട്രേഷൻ ഇല്ലാതെ ഈ 3 ടാസ്കിൽ ഒരു ടാസ്കും ജയിക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ ടാസ്ക് ആ പൊത്തിൽ വീഴ്ത്തുന്ന ടാസ്ക്, അത് ഭയങ്കര പ്രയാസമുള്ള ടാസ്കാണ്. അതും കറക്റ്റ് കോൺസെൻട്രേഷൻ വേണം. പിന്നെ അടുത്ത 2ാമത്തെ ടാസ്ക് ആ ബോട്ടിലെ ബോൾ എറിഞ്ഞ് വീഴ്ത്തുന്നത്, അതും കോൺസെൻട്രേഷൻ വേണ്ട ടാസ്ക്കാണ്. 3ാമത്തെ ടാസ്ക് ഈ പറയുന്ന ബാറ്റ്മാൻ, അതും ബാറ്റ്മാൻ, അത് കറക്റ്റ് ടൈം നോക്കി എറിയുന്ന ടാസ്ക്കാണ്. 3ഉം സൂപ്പറായിട്ട് തന്നെ 2 ടീമും മത്സരിക്കുന്നു. അങ്ങനെ പവർ റൂമിലേക്ക് ജിൻഡോയും ശ്രീതും അർജുനും കയറി. ഇനി അടുത്ത ആഴ്ചയാണ് എൻ്റെ മക്കളെ പൂരം. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആരാകും എന്നുള്ള ഒരു സാധനമാണ്. ആരെ ഇനി ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്യും, ആരുടെ പേര്? ഞാൻ നാളത്തെ ലൈവ് കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം എല്ലാവരും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഈ വീക്കിലെ, സൂപ്പർ ഡ്യൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഈ വീക്കിലെ. ആരൊക്കെ നാളെ ജയിലിൽ പോകും, ആരൊക്കെ നാളെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കും. അത്ര അടിപൊളി വീക്കായിരുന്നു ഈ വീക്ക്. നമുക്കറിയാം ശ്വേതയും സാബുവും കയറിയിട്ട് 3 ദിവസമേ ആയുള്ളൂ. സാബു കയറിയിട്ട് 3, ശ്വേത കയറിയിട്ട് 2. എത്ര അടിപൊളിയായിരുന്നു. സീസൺ 1 കഴിഞ്ഞിട്ടാണ് ഇത്രയും വർഷം, 6 വർഷം കഴിഞ്ഞു, എന്നിട്ടും ഇത്രയും ഇമ്പാക്റ്റ് ആ കണ്ടസ്റ്റന്റ് നമുക്കവിടെ എനിക്ക് കാണുമ്പോൾ ചില നേരമൊക്കെ തോന്നിപ്പോകാറുണ്ട്. ബിഗ് ബോസ് അവരെ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞൊന്ന് പ്രഖ്യാപിക്കുക. കാരണം അത്ര അടിപൊളി. ശ്വേതയൊക്കെ പണ്ട് കളിച്ചത് വെച്ച് നോക്കുമ്പോൾ എന്താ ഇതിപ്പോൾ സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ, ഭയങ്കര നല്ല രസമുണ്ട്. ത്രില്ലിംഗ് ആണ് ലൈവ് കാണാൻ. ലൈവ് ത്രില്ലിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു മടുപ്പില്ല. മറ്റേ നമുക്ക് ലൈവൊക്കെ കാണാൻ ഒരു മടിപ്പാണ്. ഒരു മടിപ്പുമില്ലാതെ സ്മൂത്ത് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, പ്രൊമോ അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.